ഇന്ന് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു ബ്രൗണിയുടെ കഥയാണ് കേട്ടോ. ബ്രൗണി എന്ന് പറഞ്ഞാൽ കാണുമ്പോഴത്തേനും തോന്നണില്ലേ എത്രത്തോളം ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ഇത്രയും ഭംഗിയുള്ളൊരു ബ്രൗണിയുടെ റെസിപ്പി എന്താ ഇടാഞ്ഞെന്ന്. എന്നാൽ പിന്നെ ആ സെറ്റപ്പിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രൊഫഷണൽ കുക്കിങ്ങിൻ്റെ ഇതിലൊക്കെ കാണുന്ന പോലെ എഗ്ഗ് ആ പാത്രത്തിൽ തട്ടിയിട്ട് തുറക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താട്ടോ ഇട്ടെടുക്കണേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ വട്ടത്തിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓരോ ഇൻഗ്രീഡിയൻസിനുമ്പോഴും പ്രത്യേകം ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഇളക്കിൽ എപ്പോഴാണോ നിൽക്കണത് അപ്പോഴാണ് നമ്മൾ ബ്രൗണി സെറ്റായി കിട്ടുക. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അത് ഫുൾ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെ കയ്യിൽ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ്സ് വെക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സംഭവം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗത്തോട്ട് മാത്രം നിൽക്കുക, അപ്പോൾ പിന്നെ ആ ഭാഗം നമുക്ക് കിട്ടില്ല. ഇനിയൊന്നുമില്ല, നമ്മൾ ഓവന് ഒക്കെ സെറ്റാക്കിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ടൈമൊക്കെ കറക്റ്റ് ആകുമ്പോൾ ഇതുപോലൊരു അടിപൊളി ബ്രൗണി സെറ്റായി കിട്ടും. ഇനി ഇവിടെ ഒരു അറ്റാക്കാണ് കേട്ടോ. ആ അറ്റാക്ക് ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നുണ്ട് പ്രത്യേകം വന്നിരുന്നതാണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക.